രാധേ കൃഷ്ണ. കഥാമൃതത്തിൽ നിന്ന് ഗുരുവായൂർ ദർശന പുണ്യമെന്ന ഒരു ചെറുകഥ. അമ്പലത്തിന് പുറത്ത് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി. ആ വൃദ്ധൻ അതോടെ തളർന്നിരിപ്പായി. പ്രായാധിക്യവും യാത്രാക്ഷീണവുമെല്ലാം ആ ശരീരത്തിന് താങ്ങാവുന്നതിലധികമായിരുന്നു. എങ്കിലും ആ മുഖത്ത് കാലങ്ങളായി തേടിയ തൻ്റെ ഇഷ്ടദേവനെ ഒന്ന് ദർശിക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു. ആ ഇരിപ്പിൽ ഒന്ന് മയങ്ങിപ്പോയ അയാളെ കാവൽക്കാരൻ ദൂരേക്ക് പുറത്താക്കി. മയങ്ങിപ്പോയ കാരണം ഒന്നും കഴിക്കാനായില്ല. പുറത്തു നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഇനി തിരിച്ച് നാട്ടിലെത്താനുള്ള പണമേയുള്ളൂ. അത് തന്നെ പലരിൽ നിന്നായി ഇരന്നു വാങ്ങിയതാണ്. ഒന്ന് കണ്ണനെ കാണണമെന്ന അടക്കാനാവാത്ത മോഹം കാരണം. ആരോരുമില്ലാത്ത തനിക്ക് കൂട്ടായി കരുതിയിരുന്നയാള് പണിയെടുക്കാൻ വയ്യാതായപ്പോൾ ഭിക്ഷാടനമായി തൊഴിൽ. അത് കാരണം മുഷിഞ്ഞ വേഷമായിരുന്നു. നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനെ അവിടെ ഒരിടത്തിരുന്ന് അയാൾ വീണ്ടും ഉറങ്ങി. പുലർക്കാലത്തെ പതുക്കെ എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു വന്നു. വേഷം പഴയത് തന്നെ. അടുത്തുകൂടെ പോകുന്നവരൊക്കെ ആ മുഷിഞ്ഞ വേഷത്തിന്റെ ഗന്ധത്താൽ അയാളെ നെറ്റി ചുളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. തൊഴാൻ ചെന്നപ്പോൾ കാവൽക്കാർ തടഞ്ഞു. ഈ തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ പോയി വേഷം മാറിയിട്ട് വാ. അത് കേട്ട് അയാൾ മാറിയിരുന്നു. അങ്ങനെ ആ ഇരിപ്പ് നീണ്ടു. വിശപ്പിന്റെ കാഠിന്യം ഏറി വന്നു. ഊണ് കഴിക്കാൻ വരിയിലേക്ക് ചെന്നപ്പോഴും കയറ്റി വിടുന്നില്ല. തളർന്ന അവശനായ അയാളുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു ബാലൻ വന്നു. അവന്റെ കയ്യിൽ 3-4 കദളിപ്പഴവും പാൽപ്പായസവും ഉണ്ടായിരുന്നു. അയാളെ കണ്ടേ അവൻ പറഞ്ഞു, ഇതാരോ ഷീട്ടാക്കി എന്നെ വാങ്ങാൻ ഏൽപ്പിച്ചതാ. ഇപ്പോൾ അവരെ കാണാനില്ല. ഇത് അപ്പൂപ്പൻ കഴിച്ചോളൂ. വിറയാർന്ന കൈകളോടെ അത് വാങ്ങി അയാൾ അവനോട് ചോദിച്ചു, മോനേതാ? ഇവിടെ എന്താ ജോലി? അവൻ ചിരിച്ച് മറുപടി പറഞ്ഞു, ഞാനിവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഓടി നടക്കുന്നയാളാ. അതും പറഞ്ഞ് ആ കുട്ടി പോയി മറിഞ്ഞു. അങ്ങനെ അത് കഴിച്ചു നോക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ കാണാൻ ശ്രമിച്ച് അയാൾ വീണ്ടും പരാജയപ്പെട്ടു. അന്ന് മുഴുവൻ അവിടെ ഇരുന്നിട്ടും തിരക്ക് കാരണം കാണാനായില്ല. വളരെ ദുഃഖം തോന്നി അയാൾക്ക്. രാത്രിയായപ്പോൾ ആ കുട്ടി വീണ്ടും പഴയ പോലെ കദളിപ്പഴവുമായി വന്നു. ഞാൻ അപ്പൂപ്പനെ തിരക്കുകയായിരുന്നു, പോയോ എന്ന് കരുതി. ഇല്ല മോനെ, ഇതുവരെയും എനിക്ക് ഭഗവാനെ കാണാനായിട്ടില്ല. എൻ്റെ ഈ വേഷം കാരണം അകത്തേക്ക് കടക്കാനാകുന്നില്ല. എന്നെ കാണുമ്പോഴേ ആളുകൾ ആട്ടിപ്പായിക്കുകയാണ്. സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാമെന്നും പറഞ്ഞ് അവൻ പോയി. ഭക്ഷണം കിട്ടിയ കാരണം അയാൾ സുഖമായി ഉറങ്ങി. ആ ഉറക്കത്തിൽ അയാൾ ഒരു സുന്ദര സ്വപ്നം കണ്ടു. താൻ പകൽ കണ്ട ബാലനത പീലിത്തിരുമുടിയും പൊന്നോടക്കുഴലും മോതി വന്ന് അരികിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടിയുണർന്നയാൾ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. വീണ്ടും കിടന്നപ്പോൾ അതേ സ്ഥിതി. അങ്ങനെ അയാൾ പതുക്കെ എഴുന്നേറ്റു. നേരെ കുളക്കടവിലേക്ക് നടന്നു. പുലരാറായിട്ടുണ്ടാകണം, കുളിക്കാം. അങ്ങനെ വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊക്കിയപ്പോൾ അതാ ആ ബാലൻ. അവനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് ചിരിച്ച അവൻ അയാളോട് ചോദിച്ചു, ഇങ്ങനെയാണോ കണ്ടത്? പെട്ടെന്ന് അയാൾ ഏതോ മായിക ലോകത്തേക്ക് ഉയർന്നതുപോലെ തോന്നി. നോക്കുമ്പോൾ ആ രൂപത്തിന് താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. താൻ കാണാനായി കാത്തിരുന്ന ആ രൂപം കണ്ട് അത്ഭുതത്തോടെ ആനന്ദ കണ്ണുനീരോടെ വേച്ച് അയാൾ ആ പാദത്തിൽ വീണു. പതുക്കെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ കരതലം കൊണ്ട കണ്ണുനീർ തുടച്ച് ആ ബാലൻ പറഞ്ഞു, സംശയിക്കണ്ട, ഞാൻ തന്നെയാ ആ ആള്, കാണാനായി കാത്തിരുന്ന ആള്. കുറച്ച് മുൻജന്മ പാപം കൂടി തീരാനുണ്ടായിരുന്നു. അതിവിടത്തെ 2 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ തീർന്നു. പാപമെല്ലാം മാറി. ഇനി എങ്ങും പോകണ്ട. ഇവിടെ എൻ്റെ സവിധത്തിലിരുന്ന് ധ്യാനിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം. ഇതും പറഞ്ഞ് ആ ബാലൻ അവിടെ നിന്നും മറഞ്ഞപ്പോൾ താൻ കണ്ടത് സ്വപ്നമോ മിഥ്യയോ സത്യമോ എന്ന് പോലും തോന്നി അയാൾ ആ കൽപ്പടവിലിരുന്നു. ആ സമയത്ത് അയാളെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു മേൽശാന്തി. കാരണം സ്വപ്നത്തിൽ ആ ശാന്തിക്കാരന് അരുളപ്പാടുണ്ടായി, നിർമാല്യത്തിന് നട തുറക്കുമ്പോൾ പുതിയ വസ്ത്രമണിഞ്ഞ് അയാൾ എൻ്റെ മുന്നിലുണ്ടാകണം. അതിനായി ആ വൃദ്ധനെയും തേടി പുതിയൊരു കസവും മുണ്ടുമായി അയാളെയും തേടി നടന്ന മേൽശാന്തി കണ്ടു. സൂര്യ തേജസ്സോടെ കുളക്കടവിന്റെ പടികൾ കയറി വരുന്ന ആ വൃദ്ധനെ. ഭഗവാനെ നേരിൽ കണ്ട ആ കണ്ണുകൾ ആ സമയം ഒരു തീജ്വാല പോലെ പ്രകാശിതമായിരുന്നു. അതേ സമയത്ത് തന്നെ തൻ്റെ ഭക്തരെ വരവേൽക്കാനായി ആ കാരുണ്യവാരിധി സന്നദ്ധനായി നിൽപ്പുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ. ജയിക്കട്ടെ ദേവി രാധിക. ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ. എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമ ഭക്തരും. രാധേ കൃഷ്ണ.